പുതിയ കാലമായപ്പോഴേക്കും അയാൾ കുറച്ച് മാറിയിട്ടുണ്ട്. ഇപ്പൊ അയാൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഖുർആനിൽ കുറെ ഗുലാം എന്നാണ്. യോഹന്നാൻ 1:12 യേശുവിനെ സ്വീകരിക്കുന്നവർക്ക്, യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിന്റെ മക്കളാകാൻ കൃപ കൊടുത്തു. അതാണ് ആദ്യം എന്നെ മുഖവിച്ചത്. കാരണം ഖുർആനിലെല്ലാം ഗുലാം എന്ന് വെച്ചാൽ ഗുലാം എന്ന് പറഞ്ഞ അടിമ. മനുഷ്യരെല്ലാം ദൈവത്തിന്റെ അടിമകളാണ്, ദൈവം ഏതാണ്. ബൈബിളിൽ വന്നപ്പോഴേക്കും യേശുവിനെ സ്വീകരിച്ചാൽ ഞാൻ ദൈവത്തിന്റെ മോനെ. ഇതാണ് അയാൾ ആദ്യം, അതായത് യേശുവിനെ വിശ്വസിക്കുന്നവർക്ക് മക്കളാവാനുള്ള കൃപ കൊടുത്തു. ഇതാണ് ആദ്യം അയാളെ സ്വാധീനിച്ചത്. വേറെ പ്രസംഗത്തിൽ ഇതല്ല ആദ്യം സ്വാധീനിച്ചത്, വേറെ ചിലതാണ്. ഞാനത് പറയും. വേറെ പ്രസംഗത്തിൽ അതുമല്ല, വേറൊന്നാണ് സ്വാധീനിച്ചത്. അങ്ങനെ എവിടെ ചെല്ലുന്നോ അവിടെയൊക്കെ ആളാവാൻ വേണ്ടിയും ഈ ഇസ്ലാമിനെ കുറിച്ച് കാര്യമായി വിവരമൊന്നുമില്ലാത്ത ഈ അച്ചായന്മാരെയും അച്ചായത്തിമാരെയും ഇങ്ങനെ സന്തോഷിപ്പിച്ചിട്ട് കാര്യം നേടാനുള്ള ശ്രമമാണ് ഇയാൾ ഇതുവരെയും നടത്തിയത്. അത് അച്ചായന്മാർ തിരിച്ചറിഞ്ഞു എന്നതാണ് ഇന്ന് കാണുന്ന പ്രശ്നം. ഇപ്പൊ ഇയാൾ പറയുന്നു ഖുർആനിൽ ഉടനീളം അള്ളാഹു ഗുലാമേ 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 എന്ന് വിളിക്കുന്നുണ്ട് എന്നാണ്. ഗുലാം ഖുർആനിൽ ഉടനീളം അള്ളാഹു. എന്നിട്ട് അയാൾ പറയണം ഗുലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസൻ എന്നാണ്. ഓക്കെ, ഗുലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാസൻ, അടിമ എന്നർത്ഥമുണ്ട്. ഖുർആനിൽ 12 ഇടങ്ങളിലാണ് ഗുലാം എന്ന പ്രയോഗമുള്ളത്. അതിൽ ഒരൊറ്റ പ്രാവശ്യം പോലും ഇയാൾ പറയുന്ന അടിമ എന്ന അർത്ഥത്തിൽ ഖുർആനിൽ ഗുലാം പ്രയോഗിച്ചിട്ടേ ഇല്ല. ലഹബിലക ഗുലാമൻ സക്കിയ, നല്ല സദ്വൃത്തനായ ഒരു കുട്ടിയെ ഞാൻ അങ്ങേക്ക് നൽകാൻ വേണ്ടി അവിടെ ഗുലാമ് പ്രയോഗമുണ്ട്. ഞാൻ 12 അനലൈസ് ചെയ്യുന്നില്ല, സമയം കുറവാണല്ലോ. അവിടെ ഗുലാം എന്ന് പറഞ്ഞ കുട്ടി എന്നാണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കിണറിലിട്ടിട്ട് യാത്രാസംഘം വന്ന് പാടി നോക്കുമ്പോൾ അതാ ഗുലാം, ഒരു മോനിതാ കിടക്കുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ മോനാണ് ഗുലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഖുർആനിൽ 12 ഇടങ്ങളിൽ ഗുലാം എന്നും പറഞ്ഞ് പ്രയോഗം വരുന്നു എങ്കിൽ അതിൽ ഒന്നുപോലും ഈ മനുഷ്യൻ പറയുന്ന അടിമ എന്നർത്ഥത്തിനല്ലേ, അല്ല മോന് കുട്ടി എന്നർത്ഥത്തിലാണ്. അപ്പൊ ഖുർആനിൽ ഗുലാമേന്ന് വിളിച്ചു എന്ന് ഇയാൾ ആരോപണം പറയുകയാണെങ്കിൽ ഖുർആനിലെ എല്ലാ പ്രയോഗവും കുട്ടി, മോൻ എന്നുള്ള അർത്ഥത്തിന് മാത്രമാണ്, അടിമ എന്ന അർത്ഥത്തിനില്ല. ആരും വിവാദം നടക്കണ്ട. ഗുലാം എന്നതിന് അടിമ എന്നർത്ഥം വരും, പക്ഷെ ഖുർആനിൽ അങ്ങനെ പ്രയോഗിച്ചിട്ടേ ഇല്ല.